ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ പരിശീലിക്കണം. ശാന്തമായിരിക്കണം. ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പരിശീലിച്ചു കഴിഞ്ഞാൽ, ശ്രമിച്ചു കഴിഞ്ഞാൽ കർത്താവ് സഹായിക്കും. അതിൻ്റെ മേലൊരു ദുരാത്മ സ്വാധീനമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ ദുരാത്മാക്കളെ ശാസിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. പരിശുദ്ധാത്മാവെ, എന്നെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് സഹായിക്കും. നമ്മുടെ പ്രാർത്ഥന കേട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കും. ശാന്തമായിരിക്കണം. ശാന്തമായിരുന്നതിന് ശേഷം ദൈവത്തെ സ്തുതിക്കണം. ആകുലതയുള്ളവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് കർത്താവാകുന്ന യേശു ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം പറയുവാൻ തയ്യാറാകുക. ശാന്തമായിരുന്നതിന് ശേഷം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ ശബ്ദങ്ങൾ ഉയർത്തിയതിനു ശേഷം പിന്നീട് കുറേ സമയം നന്ദി പറയുവാൻ തയ്യാറാകുക. ആയുസ്സിനായി സ്തോത്രം കർത്താവേ, ആരോഗ്യത്തിനായി സ്തോത്രം കർത്താവേ, പാർക്കുവാൻ എന്നും ഒരു ചെറിയ ഭവനം നൽകിയതിനായി സ്തോത്രം കർത്താവേ, ആമേൻ, യാത്ര ചെയ്യുവാൻ വേണ്ടി ഒരു വാഹനം നൽകിയതിനായി സ്തോത്രം കർത്താവേ, ഒരു ജോലി നൽകിയതിനായി സ്തോത്രം കർത്താവേ. അങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്. ഉള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് സ്തോത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ ജോലി ഇല്ലെങ്കിൽ പോലും, വാഹനം ഇല്ലെങ്കിൽ പോലും, മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിനെ ചൊല്ലി നന്ദി പറയുക. എപ്പോഴും ആകുലതയിൽ മുന്തി നിൽക്കുന്നത് നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു, ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്തില്ലല്ലോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലല്ലോ, ഇങ്ങനെയുള്ള ദൈവവിരോധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തകളിൽ കൊണ്ടുവരുവാൻ വേണ്ടി മനസ്സ് ശ്രമം നടത്തും. ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ ദുരാത്മാക്കളും കാണുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ നിങ്ങൾ നിഷേധിക്കണം, എതിർക്കണം. എതിർത്തതിന് ശേഷമായിട്ട് നന്ദി പറയുവാൻ തുടങ്ങണം.